പിയറിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിക്കപ്പ് ഉണ്ട്. അതിൽ കയറി നമുക്ക് ഐലൻഡിൽ പോവാം. പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ അതേ ഫുള്ള് കോട ഇറങ്ങി ഒന്നും കാണുന്നില്ല. ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ഒന്ന് നോക്കി. രാവിലെ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു. എന്താ അത് ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ മലയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരുപാട് ഹെയർ പിന്നല്ല, നമ്മൾ താഴോട്ട് ഇറങ്ങിയല്ലേ വന്ന ബീച്ചിന്റെ ഇവിടെ. ബീച്ച് താഴത്തോട്ട് ഇറങ്ങിയാണ്, ഒരു മല കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങിയാണ് ഫുക്കറ്റിലോട്ട് വന്നത്. അപ്പൊ ആ മലയൊന്നും കാണുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അറിയോ വീഡിയോയില് ഫോഗ് കാണുന്നുണ്ട്. അടിപൊളിയല്ലേ? നമ്മൾ ഇങ്ങനത്തെ ടെമ്പിൾ ഒന്നും പോയില്ലല്ലേ? നല്ല കയറ്റമാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. അയ്യോ, അവിടെ ഒരു കാറ് തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുക. ഈ എന്തോ ഇതായതാന്ന് തോന്നുന്നു, പണി കിട്ടിയതാന്ന് തോന്നുന്നു. അപ്പം കുറേ പോലീസൊക്കെ നിൽപ്പുണ്ട്. ഫുള്ള് ബ്ലോക്കായി താഴോട്ട്. മുകളിലോട്ട് പോവാൻ ഫുള്ള് ബ്ലോക്ക്. അപ്പോൾ താഴെ ഫുള്ള് ബ്ലോക്കായില്ലേ? ഫ്രണ്ടിലത്തെ കാറുണ്ടോ മറ്റേത് പോയത്? ഇല്ല, അവര് വെറുതെ നിർത്തിരിക്കുക. ഇവിടെ അങ്ങോട്ട് വേറെ ബ്ലോക്കൊന്നും ഇല്ല. ഇടിച്ചതാണോ? മറ്റേ ബോണറ്റ് ചെറിഞ്ഞിട്ടുണ്ട്. ഒരു ടൈം എടുക്കുമായിരിക്കും. വളച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അന്ന് കാറടിച്ച് പവർ ഇടിച്ച സ്പോട്ടിൽ തന്നെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ അത് വേണമെന്ന് തോന്നുന്നു. നേരെ ഫ്രണ്ടിൽ കൂടി രണ്ടെണ്ണം പറന്നു പോയത്. ആദ്യം ഇത് പറഞ്ഞു, അതിന്റെ പുറകെ സ്ഥിതിക്ക് ഓടുന്നു. ജസ്റ്റ് മുട്ടിയിട്ടേ ഉള്ളൂ, എന്നാലും നല്ലോണം ഇടിച്ചിട്ടുണ്ട്. ബോണറ്റ് ചളങ്ങി. ഓ, നമ്മുടെ അവിടെ കഥ എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇൻഷുറൻസിന് ചിലപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ വേണമായിരിക്കും. അവിടെ നിന്ന് തൊട്ടുള്ള ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കായി പോയി റൈറ്റ് സൈഡ്. അയ്യോ, അതേ വെള്ളക്കെട്ട്. കാറെടുത്ത് നന്നായില്ലേ? ലഗേജും ചുമ്മാ വന്നിട്ട് കാറിലോട്ട് വെള്ളം എടുത്ത് ചേർപ്പിച്ചിട്ട് പോയി. നമ്മളാ വെള്ളത്തിൽ ഇതാവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ചെയ്യുന്നത്.
ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് എന്നും പറഞ്ഞിട്ട് രാഹുൽ എനിക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏരിയ കണ്ടുപിടിച്ചതാണ്. ഇത് കണ്ടിട്ട് പ്രീമിയം ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. എവിടെ ഇൻ്റർ കണക്റ്റഡ് അല്ല. ഫുള്ള് ഓരോ ബ്രാൻഡിൻ്റെയും ഷോപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഓഫേഴ്സും ഉണ്ട്. എല്ലാം 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ ഓരോ ബിൽഡിങ്ങാണ്. ഓരോ ബിൽഡിങ്ങും ഏതൊക്കെ ഷോപ്സ് ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെ കിഡ്സും ഉണ്ട്, വേണ്ട അഡിഡാസ് ഉണ്ട്. എല്ലായിടത്തും ഓഫർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. റൈബാൻ കണ്ടപ്പോൾ എന്താ ഒരു സൈഡ് വലിവ് ഒരെണ്ണമുണ്ടല്ലോ, പിന്നെന്തിന്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ നിന്ന് സ്വിം സ്യൂട്ട് മേടിച്ച് പോവായിരുന്നു. കുറേ ഓഫറിനുണ്ട്. 100 ബാത്തിന് പ്ലെയിൻ കളർ ടീഷർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളി ടീഷർട്ട്സാണ്. പക്ഷേ നമുക്കിപ്പം വേണ്ട, ഓൾറെഡി കുറേ വാങ്ങിയല്ലോ. ഞങ്ങൾ ആ അറ്റത്തുനിന്ന് കയറി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി. ഇത് ബ്രാൻഡഡിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അതായത് നാട്ടിൽ കിട്ടുന്നതിനേക്കാളൊക്കെ കുറവാണ്. ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം വിലയുണ്ട്. പിന്നെ അതല്ലാത്ത ഷോപ്സിൽ മാത്രമേ ഈ 100 ബാത്തിന് 120 ബാത്തിനൊക്കെ ടീഷർട്ട്സും ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓ, എനിക്കിഷ്ടപ്പെട്ട ഇത് കോമിക്സിൻ്റെ പ്രിൻ്റ് വരുന്ന ടീഷർട്ട്സാണ്. എല്ലാം 80% ഓഫ്. ഏതെടുത്താലും 80% ഓഫ്. അപ്പോൾ അവർ ആ പ്രൈസ് ചാർട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലേഡീസിൻ്റെ ആണെങ്കിൽ ക്രോപ്പ് ടോപ്സ് ആണ് കൂടുതലും വരുന്നത്. ക്രോപ്പ് ടോപ്പ്, ബനിയൻസ്, ടീഷർട്ട്സ് അങ്ങനത്തെ. ലോങ് ഷോർട്ട്സ് വരുന്നത് ഇങ്ങനത്തെ ബ്ലാക്കും വൈറ്റും ബ്ലൂവും മാത്രമേ ഉള്ളൂ. ഇവിടെ US പോളോ, ഹഷ് പപ്പീസ്, ലീ, റാംഗ്ലർ അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെയൊക്കെ. എക്കോ ട്രെൻഡി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ വന്നത്. കുറേ സോവനിയേഴ്സും പിന്നെ ബാഗ്സ്, ഹാൻഡ് മെയ്ഡ് കാര്യങ്ങൾ എല്ലാം ഓർഗാനിക്കും ഹാൻഡ് മെയ്ഡും എന്നാണ് അവർ പറയുന്നത്. നല്ല ലെതറിൻ്റെ ബാഗും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. കുഞ്ഞു ഷോ പീസും ഇതൊക്കെ മേടിച്ചു. ഇങ്ങോട്ടും ഒക്കെ കുറേ ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഒക്കെ. നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങി നടന്നാലോ? അപ്പുറത്ത് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ബൗളും മേടിച്ചു. രാഹുലൊരു ബർഗറും മേടിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് ഉള്ളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ എനിക്കൊന്ന് ഉള്ളിൽ 1-2 ഷോപ്സൊക്കെ ഉണ്ട് ഫുഡിൻ്റെ. ഇനി ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അവരെന്നിട്ട് കുടയൊക്കെ മടക്കി കെട്ടിവെച്ച് നല്ല കാറ്റടിച്ചപ്പോഴാണ് ഉള്ളിലോട്ട് ഇരിക്കാൻ പറഞ്ഞത്. കാറ്റടിച്ച് നമ്മൾ ഫുള്ള് നനയുമായിരുന്നു. ഇറങ്ങിയോ, ഒന്നും നോക്കണ്ട. അപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വാങ്ങണം. ആക്സസറീസൊക്കെ വന്നു കേട്ടോ. ഇനി ഞാൻ പൊളിക്കും. ഇത് ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെയും ബാഗിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. ഇവിടെയും 50% to 70% ഓഫ്. പക്ഷെ അങ്ങനെ നമുക്ക് ചെരുപ്പൊന്നും വേണ്ട. എങ്ങനെയുണ്ട് ഗോൾഫിൻ്റെ ബാറ്റ് പിടിച്ചിട്ട്? തന്നെ നോക്കട്ടെ. അല്ല വേണ്ട.
ഫുള്ള് ബ്രാൻഡിൻ്റെ കളിയാണ്. എല്ലാം നല്ല അടിപൊളി ബ്രാൻഡ്സിൻ്റെ. അതും ഓഫറുണ്ട്, 70 to 50% ഓഫ് വരുന്ന രീതിയിൽ. കാൽവിൻ ക്ലൈൻ എങ്ങനെ ഉണ്ടായിരുന്നു രാഹുൽ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ജെട്ടിയുടെ വില ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഗസ്സിൻ്റെ ബാഗ് മേടിക്കും. അമ്മാതിരി വിലയാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. അങ്ങനെ നടന്നാണ് ക്ഷീണിച്ചത്. എല്ലാം ഇങ്ങനെ ഷോപ്പിൽ കയറി ഇറങ്ങി അങ്ങനെ ക്ഷീണിച്ചു. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതും ഇങ്ങനെ 1-2 മറ്റേ ഡ്രസ്സ്, പിന്നെ ഈ മറ്റേ സോവനിയേഴ്സ് അങ്ങനത്തെയൊക്കെയാണ് മേടിച്ചത്. ഇതാണെന്ന് തോന്നുന്നു യാരിസ് അല്ലേ? കറക്റ്റ് എത്തി. ഞങ്ങളുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. പുറമേന്ന് കാണാൻ നല്ല ലുക്കാണ്, പക്ഷെ ഉള്ളിലൊരു കാശിനും കൊള്ളത്തില്ല. ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല, USB പോയിന്റ് ഒന്നുമില്ല, മാപ്പ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ ഇനി ഞങ്ങൾ പോയി റൂമിൽ ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇതാണ് പ്രീമിയം ഔട്ട്ലെറ്റിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ ഫോറിനേഴ്സും വന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം കൂടുതലും ഫോറിനേഴ്സിനെ തന്നെയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ലെഫ്റ്റാണ്. കോയമ്പത്തൂരുള്ള ടെക്സ് വാലി. പക്ഷെ ടെക്സ് വാലി എന്ന് പറയുന്നത് സാധാ ലോക്കൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടുത്തെ തന്നെ പ്രൊഡ്യൂസ് വരുന്ന മാർക്കറ്റ്. ഇതെന്ന് പറയുന്നത് എല്ലാം ബ്രാൻഡഡ്, എല്ലാം പ്രീമിയം ബ്രാൻഡ്സിൻ്റെ മാത്രം ഷോപ്സ്. പിന്നെ പ്രീമിയം ബ്രാൻഡ്സ് അല്ലാത്തതും ഉണ്ട്. ഇപ്പം നമ്മൾ മേടിച്ചത് ഇതാണ് XL for women, XL for men, XL for women എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോ 71 ഷോപ്പ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് 1-2 നമുക്ക് അഫോർഡബിൾ റേറ്റിലുണ്ട്. ബാക്കിയൊക്കെ കുറേ ഇങ്ങനെ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ 50-70% ഓഫ്. അങ്ങനെ പക്ഷേ ബ്ലോക്ക് ഉണ്ടല്ലോ ഇന്ന്, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ലെഫ്റ്റാണ്. നമ്മളിപ്പോൾ ഓൾഡ് ഫുക്കറ്റ് ടൗണിലോട്ട് പോകുന്നല്ലേ? അവിടെയാണ് കാസാബ്ലാങ്ക. നല്ല അടിപൊളി ഇതാ. പക്ഷെ പാർക്കിംഗ് ഉണ്ടോന്നൊരു ഡൗട്ട്. പാർക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു. പാർക്കിംഗ് ഉണ്ടാവില്ല. താഴെ ഡ്രസ് ഉണ്ടാക്കുന്ന സ്ഥലം. എനിക്കൊരു കല്യാണത്തിനൊക്കെ